ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചുലച്ച പരീക്ഷാ ക്രമക്കേടുകൾക്കും അഴിമതികൾക്കുമെതിരെ ജനാധിപത്യത്തിന്റെ ശക്തമായ ഭാഷയുമായി കോക്രോച്ച് ജനതാ പാർട്ടി തലസ്ഥാനത്ത് ഒത്തുചേരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധം രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിക്കുകയാണ്. വെറും ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യയിലെ യുവതലമുറയുടെ പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തിന്റെ വികാരമായി മാറിയ ഒരു സാറ്റിക്കൽ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CJP. സുപ്രീം കോടതിയിലെ ഒരു പരാമർശത്തെ തുടർന്നുണ്ടായ വിവാദത്തിൽ നിന്ന് ജനിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ലക്ഷക്കണക്കിന് യുവാക്കളുടെ ശബ്ദമായി മാറിയിരിക്കുന്നു. ബോസ്റ്റണിൽ നിന്ന് തിരിച്ചെത്തിയ അഭിജിത് ദീപ്കെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിച്ച് സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ദില്ലിയിലെത്തിയത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് നീറ്റ്, CBSE, CUET തുടങ്ങിയ നിർണായക പരീക്ഷകളിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രമക്കേടുകളും വ്യാപകമായ ചോദ്യപേപ്പർ ചോർച്ചയുമാണ് നിലവിലെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് അടിസ്ഥാനമായി മാറിയത്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം സംഭവങ്ങൾ തങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കാതെ പോകുന്ന വിദ്യാർത്ഥികളുടെ വലിയ തോതിലുള്ള അമർഷവും ആശങ്കയുമാണ് ജനിപ്പിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് യുവജനങ്ങൾ സ്വപ്നം കാണുന്ന ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശന പരീക്ഷകളിൽ ഇത്തരത്തിൽ തുടർച്ചയായി പിഴവുകളും അഴിമതി ആരോപണങ്ങളും ഉയരുന്നത് ഭരണകൂടത്തിന്റെ വീഴ്ചയായാണ് പ്രതിഷേധക്കാർ വിലയിരുത്തുന്നത്. ഈ പരീക്ഷകളുടെ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കുന്നതിലും വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന ബോധ്യമാണ് വിദ്യാർത്ഥികളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചത്. ഈ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ ഇത്തരം വലിയ വീഴ്ചകളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ സ്ഥാനത്ത് നിന്ന് ഉടൻ രാജിവെക്കണമെന്നതാണ് പ്രക്ഷോഭകർ ഉയർത്തുന്ന പ്രധാനപ്പെട്ടതും അനിവാര്യവുമായ ആവശ്യം. നിലവിലെ ഭരണകൂടത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെയും വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതികൾക്കെതിരെയും നീതി ലഭിക്കും വരെ തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് വിദ്യാർത്ഥികളും വിവിധ യുവജന സംഘടനകളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ ദില്ലി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ തലസ്ഥാന നഗരിയിലുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ക്രമസമാധാന പാലനത്തിനായി ഡൽഹിയിലെ വിവിധ മേഖലകളിലായി ഏകദേശം 2000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധക്കാർ എത്തുന്ന പാതകളിലും പരിസരങ്ങളിലും അനിഷ്ട സംഭവങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അതീവ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും ജനാധിപത്യപരമായ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാനപരമായി പ്രതിഷേധം നടത്താൻ ദില്ലി പോലീസ് അനുമതി നൽകിയിട്ടുണ്ട് എന്നത് ഈ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലും ഭരണഘടനാപരമായ ജനാധിപത്യ മൂല്യങ്ങൾക്കും പ്രതിഷേധിക്കാനുള്ള പൗരന്റെ അവകാശങ്ങൾക്കും ഇടം നൽകുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് എന്നത് സമരത്തിന്റെ സമാധാനപരമായ സ്വഭാവത്തെയാണ് എടുത്തുകാട്ടുന്നത്. പ്രതിഷേധക്കാർ പ്രകോപനങ്ങളിൽ വീഴാതെയും ക്രമസമാധാനം ലംഘിക്കാതെയും പെരുമാറണമെന്ന കർശന നിർദ്ദേശം ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ടെങ്കിലും CJP മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് നഗരത്തിലെ സുരക്ഷാ വലയം വരും മണിക്കൂറുകളിലും ശക്തമായി തന്നെ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതികൾക്കും പരീക്ഷാ ക്രമക്കേടുകൾക്കുമെതിരായ ഈ പോരാട്ടത്തിന്റെ വലിയൊരു ഊർജവും കരുത്തും പകർന്നുകൊണ്ട് പ്രമുഖ വിദ്യാഭ്യാസ പരിഷ്കർത്താവും സാമൂഹ്യ പ്രവർത്തകനുമായ സോനം വാങ്ചുക്ക് പരസ്യ പിന്തുണയുമായി മുന്നോട്ട് വന്നത് സമരത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. CJP മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളും ആശയങ്ങളും തികച്ചും ദേശസ്നേഹപരമായ വീക്ഷണകോണിൽ നിന്നുള്ളതാണെന്നും നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങളും സുതാര്യതയും കൊണ്ടുവരുന്നതിന് ഇത്തരം ഒരു പൊതുജന മുന്നേറ്റം അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അടിവരയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. യുവതലമുറയുടെ ഭാവിയെ കരുതിക്കൊണ്ടുള്ള ഈ പോരാട്ടം കേവലം ഒരു ചെറിയ പ്രതിഷേധം എന്നതിലുപരി ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിനായുള്ള അനിവാര്യമായ ഒരു ഘട്ടമാണെന്നാണ് വാങ്ചുക്കിന്റെ നിലപാട്. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കണമെന്നും ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം നൽകിയ ശക്തമായ പിന്തുണ പ്രക്ഷോഭകാരികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഒരുപക്ഷെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയോ മന്ത്രി സ്ഥാനമൊഴിയാൻ തയ്യാറാകാതിരിക്കുകയോ ചെയ്താൽ താൻ നേരിട്ട് തന്നെ സമരഭൂമിയിലെത്തി പ്രതിഷേധത്തിൽ പങ്കുചേരുമെന്ന് അദ്ദേഹം നേരത്തെ നൽകിയ മുന്നറിയിപ്പും പ്രഖ്യാപനവും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സമരത്തിന് കൂടുതൽ വ്യാപ്തിയും
ജനകീയ പിന്തുണയും ലഭിക്കാൻ കാരണമാകുമെന്നത് ഉറപ്പാണ്. നമുക്ക് ഭയന്ന് ജീവിക്കാൻ കഴിയില്ല എന്നാണ് അഭിജിത്ത് ദീപ്കെ തന്റെ അനുയായികളോട് ആവർത്തിക്കുന്നത്. ഗാന്ധിജി, അംബേദ്കർ, ഭഗത് സിംഗ്, നെഹ്റു തുടങ്ങിയ നേതാക്കളുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന താൻ ഭരണഘടന അനുവദിക്കുന്ന ജനാധിപത്യപരമായ മാർഗത്തിലൂടെയാണ് ഈ പോരാട്ടം നയിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭീഷണികളെയും ജയിൽവാസത്തെയും ഭയക്കുന്നില്ലെന്നും വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി ഏത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. CJP കേവലം ഒരു ഓൺലൈൻ തമാശയല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രതിഷേധം. ലക്ഷക്കണക്കിന് പേർ ഒപ്പിട്ട ഓൺലൈൻ നിവേദനം, രാജ്യവ്യാപകമായ പിന്തുണ, കൃത്യമായ സംഘടനാ ഘടന എന്നിവ ഈ പ്രസ്ഥാനത്തെ ഒരു യഥാർത്ഥ യുവജന സമ്മർദ്ദ ഗ്രൂപ്പായി മാറ്റിയിരിക്കുന്നു. സർക്കാർ ഈ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് CJPയുടെ തീരുമാനം. വിദ്യാഭ്യാസ മേഖലയിലെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്താൻ CJP മുന്നോട്ട് വയ്ക്കുന്ന ഈ കോക്രോച്ച് വിപ്ലവം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.